ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 5:8 എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിലൂടെ ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തന്റെ ജീവൻ നൽകുമ്പോഴാണ്. സ്നേഹത്താൽ ഒരാൾക്ക് പണമോ സ്വത്തുക്കളോ നൽകാം. എന്നാൽ ഒരാൾ തന്റെ ജീവൻ തന്നെ എത്ര വിലപ്പെട്ടതും അമൂല്യവുമായത് നൽകിയാൽ അതിന് തുല്യമായ സ്നേഹം മറ്റെന്തുണ്ട്? ബൈബിൾ പറയുന്നു, തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റാർക്കുമില്ല എന്ന്. യോഹന്നാൻ 15:13 കാണപ്പെടുന്നു. യേശു ക്രിസ്തു നമ്മുടെ പൂർണ്ണ സുഹൃത്താണ്. അവൻ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമല്ല, പാപികൾക്ക് വേണ്ടിയും തന്റെ ജീവൻ നൽകി. ഒരു വ്യക്തിയുടെ പാപം എത്ര ഭയാനകമാണെങ്കിലും അവനോടുള്ള കർത്താവിന്റെ സ്നേഹം വളരെ വലുതാണ്. ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടാൻ കഴിയാത്തത്ര ദുഷ്ടനായ ഒരു പാപിയുമില്ല. പാപം പെരുകുന്നിടത്ത് അവന്റെ കൃപ വളരെയധികം വർദ്ധിക്കുന്നു. ഞങ്ങളുടെ ജയിൽ ശുശ്രൂഷകളിൽ ഒന്നിൽ ഒരിക്കൽ ഞങ്ങൾ ഒരു കഠിന കൊലപാതകിയെ കണ്ടുമുട്ടി. സംശയം അദ്ദേഹത്തെ സ്വന്തം ഭാര്യയെ കൊല്ലാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. കാൽവറിയുടെ സ്നേഹം അദ്ദേഹത്തിന് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, കഠിനമായി കരഞ്ഞു. ഈ സ്നേഹം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹം നിലവിളിച്ചു, ഞാനൊരു കൊലപാതകനാകുമായിരുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ബൈബിൾ നൽകിയപ്പോൾ അദ്ദേഹം അത് തുടക്കം മുതൽ അവസാനം വരെ ആത്മാർത്ഥമായി വായിക്കാൻ തുടങ്ങി. സങ്കീർത്തനം 51 അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. അദ്ദേഹം ഇങ്ങനെ വായിച്ചപ്പോൾ, ദൈവത്തിന്റെ യാഗങ്ങൾ തകർന്ന മനസ്സാണ്, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയമാണ്. ദൈവമേ, നീ അവയെ നിരസിക്കുകയില്ല. ഇത് സങ്കീർത്തനം 51:17 കാണപ്പെടുന്നു. അദ്ദേഹം അനിയന്ത്രീയമായി കരഞ്ഞു, കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞു. ജയിൽ മതിലുകൾക്കുള്ളിൽ അദ്ദേഹം നീതിമാനും വിശുദ്ധനുമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി. കർത്താവിന്റെ സ്നേഹം ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെ പോലും തകർക്കുന്നു. നിയമത്തിനോ ജയിൽ കമ്പികൾക്കും പരിഷ്കരിക്കാൻ കഴിയാത്ത ഹൃദയങ്ങൾ, കല്ലുപോലുള്ള ഹൃദയങ്ങൾ അവന്റെ സ്നേഹത്തിന് മുന്നിൽ മെഴുകുപോലെ ഉരുകുന്നു. അവൻ പാപം നീക്കം ചെയ്യുന്നു, പാപിയെ സ്നേഹിക്കുന്നു, അവനെ വിശുദ്ധനാക്കി മാറ്റുന്നു. മനുഷ്യവർഗത്തെ ആലിംഗനം ചെയ്യാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും യഥാർത്ഥ സ്നേഹമല്ലേ അവന്റെ സ്നേഹം? ധൂർത്തപുത്രനെ കുറിച്ച് ചിന്തിക്കുക. അവൻ ഗുരുതരമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ പിതാവിന്റെ സ്നേഹം അവന്റെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. പിതാവ് തന്റെ മകൻ തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. അതുപോലെ കർത്താവിന്റെ സ്നേഹം അനുതപിക്കുന്ന പാപിയെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവേൻ. അവന്റെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകുന്ന പ്രളയത്താൽ നിങ്ങൾ നിറയട്ടെ. കാൽവറിയുടെ സ്നേഹത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ കഴുകുകയും തന്റെ ദൈവവും പിതാവുമായവന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കുകയും ചെയ്തവന് അവന് എന്നേക്കും മഹത്വവും ആധിപത്യവും ഉണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 28, 29, 30 വൈകുന്നേരം മർക്കോസ് 8:22 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.